ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പറമ്പിലാണ്. കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതും വിത്ത് പാകുന്നതും ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല മഴയാണെന്ന് മാത്രമല്ല, തിരുവാതിര ഞാറ്റുവേലയാണ്. എന്ത് സാധനം നട്ടാലും ഇപ്പം നട്ടുപിടിപ്പിക്കാനുള്ള സാധനം തലതിരിച്ച് നട്ടാൽ പോലും കിളുക്കും എന്ന് പറയുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് നട്ടുപിടിപ്പിക്കണം. ഇപ്പം ഞാൻ ടെറസിൽ ചെയ്യുന്ന അവസരത്തിലെന്ന് പറഞ്ഞാൽ കൃത്യമായി രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കാനുള്ള സൗകര്യവും വെള്ളം ഒഴിക്കാനുള്ള സ്ഥലവും വളരെ കുറവാണ്. നമ്മൾ പറമ്പിൽ ചെയ്യുന്ന അവസരത്തിൽ സ്പേസ് കൂടുതലാണ്, ഇട കൂടുതലാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല. അപ്പം മഴ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്, തോരാത്ത മഴയുടെ ഒരു ദിവസമാണ്. ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഉച്ച സമയത്ത് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതേ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നട്ടുപിടിപ്പിക്കാനുണ്ട്. നമുക്കിതെല്ലാം നട്ടുപിടിപ്പിക്കാം. അതുപോലെ ഇതിന് മുന്നേ നമ്മൾ നട്ടുവെച്ചതൊക്കെ കിളുത്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കുകയും കൂടെ ചെയ്യാം. ഇത് നമ്മൾ 3 ദിവസത്തിന് മുന്നേ വെള്ളത്തിൽ കുതിർത്ത ഈ തുണിക്കകത്ത് പൊതിഞ്ഞ് വെച്ചിരുന്ന പയറിൻ്റെ വിത്താണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം കിളുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളയ്ക്കുകയില്ല എന്ന് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ ഇവിടെ ഒന്ന് പാകി വെച്ചേക്കാം. കാരണം എപ്പോഴാണ് മഴ വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇത് നമ്മുടെ കുറ്റിപ്പയർ പാകിയതായിരുന്നേ. അപ്പോൾ ഈ കുറ്റിപ്പയർ നല്ല വൃത്തിക്ക് ഇവിടെ കിളുത്ത് വന്നു. നമുക്ക് ഈ ലൈനിൽ തന്നെ കുറച്ച്, ഇത് വള്ളിപ്പയറാണേ, ഇത് കുറ്റിപ്പയറാണ്. നമുക്കിതൊന്ന് പാകി വെക്കാം. വെറുതെ ഞാനിങ്ങനെ മണ്ണ് ഇളക്കിയിട്ട് പാകി കൊടുക്കുന്നത് മാത്രമേ. അപ്പോൾ അവർ കിളുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചെടിയുടെ ചോട്ടി മണ്ണ് കൂട്ടിയിരിക്കുന്ന സ്ഥലം, അതാണ് നമ്മൾ തൂമ്പ അങ്ങോട്ട് തൊട്ടാൽ തന്നെ മണ്ണ് ഇളകുന്നത് കേട്ടോ. ഇപ്പം കുഴപ്പമാകുമെന്ന് അറിയത്തില്ല, ചെടിയുടെ ചോട്ടിക്കണ്ടേ പാകിയെന്ന് പറഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പറയാൻ മേല. ഞാൻ ഏതായാലും ഇതങ്ങോട്ട് പാകുവാണേ. നമ്മുടെ സാധാരണ വിത്ത് പാകുന്ന പോലെ മൂടുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ടെറസ ചെയ്യുന്നത് പോലെയൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ഇത് ഇത്രയും വളർന്നു വന്നതിനെ നമുക്കിങ്ങനെ വേര് താഴേക്കാക്കി വെക്കാം. മറ്റേതിനെ നമ്മൾ സാധാരണ അങ്ങ് ഇട്ടാച്ചാൽ മതി. കണ്ടോ? അതുപോലെ ഇവിടെ പക്ഷേ ഈ പറമ്പിൽ നമ്മൾ ചെയ്താലത്തെ കുഴപ്പമെന്നറിയോ, കളകൾ ഭയങ്കര ശല്യം തന്നെയാണ്. അതിനിപ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇവിടെ ഈ കള പിടിക്കാത്ത ആ പ്ലാസ്റ്റിക് ഇടാനും ഒന്നുമുള്ള സൗകര്യമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ വെറുതെ ഇത് മുഴുവനും പാകി വെച്ചിട്ട് കാണിക്കാവേ. അപ്പോൾ നമ്മളിവിടെ പയർ വിത്ത് പാകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ കയറി ചവിട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ 2 കമ്പ് ഇതിൻ്റെ മേളിലേക്ക് വെക്കുവാണേ. നമ്മളിപ്പോൾ ഇതിലേക്കൂടെ വരുമ്പം അറിയത്തില്ല എവിടെയൊക്കെയാണ് പാകിയിരിക്കുന്നത്. മഴ പെയ്ത് കഴിയുമ്പം പെട്ടെന്ന് മണ്ണടിയും. അപ്പോൾ ഇട്ടതിനകത്ത് എത്ര എണ്ണം കിളുത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറമ്പിലെ വീഡിയോ ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ. ഇതുപോലെ നമ്മൾ കുതിർത്ത് വെച്ച് മുളപ്പിച്ചിരിക്കുന്ന വെണ്ടയുടെ വിത്താണേ. ഇപ്പോൾ ഇതിനകത്തൊരു 2-3 വിത്തേ ഉള്ളൂ. അതിൻ്റെ ബാക്കി മുഴുവനും ഞാൻ ഇവിടെ പാകിയായിരുന്നേ. അവരെല്ലാവരും കിളുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഇവിടെ എല്ലാം 2 എണ്ണം വീതം ഇട്ടതാണ്. ഇതൊക്കെ 1 കിളുത്തിട്ടുള്ളൂ. ഇത് 2 കിളുത്തിട്ടുണ്ട് കണ്ടോ. ഇത് 1 കിളുത്തിട്ടുള്ളൂ. ഇതെല്ലാം 1 കിളുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു 3 വിത്തും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ ഇവിടേക്ക് തന്നെ പാകുവാണേ. അപ്പം ഞാൻ ഈ മണ്ണൊന്ന്, ഈ മഴ സമയമായതുകൊണ്ട് നമുക്കിതിങ്ങനെ ഇളകി കിട്ടുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ അതുപോലെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാൻ ഇത് മുളച്ചതാണ് അതേപടി, ഇത് 2 എണ്ണമാണേ, അങ്ങോട്ടിട്ടു. അതുപോലെ ഇതിനകത്തും മഴ അരച്ച് കെട്ടി വരുന്നുണ്ട്. പറ്റിയാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുക്കലിന് ശേഷം ഇന്നിവിടെ വന്ന് കയറിയിരിക്കുവാണേ. ഈ വീഡിയോയുടെ തന്നെ തുടക്കം നമ്മളൊരു 3 ദിവസം മുമ്പ് ഇവിടെ കയറിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാനേ പറ്റിയില്ല, അത്രയ്ക്ക് തുടർച്ചയായ മഴയായിരുന്നു. നമ്മളൊന്ന് ഇങ്ങോട്ട് കയറണമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് തന്നെ മഴ വന്ന് വീഴുന്നൊരു രീതിയായിരുന്നു. അപ്പം ഞാൻ അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നട്ടായിരുന്നേ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതന്ന് ഞാൻ മുളപ്പിച്ച പയർ ഇവിടെ ഇടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണേ. ഇവരെല്ലാവരും കണ്ടോ കിളുത്ത് കയറിയിട്ടുണ്ട്. ഇത് 2 വഴുതനയാണേ. അപ്പോൾ നമുക്ക് വിനയൊന്ന് നട്ടിട്ട് വരാം. നമുക്കിത് ഇവിടോട്ട് നടാം. ഇത് കണ്ടോ, ഇവിടെ പക്ഷേ വെള്ളം വന്ന് നിൽക്കുന്നൊരു സ്ഥലമൊക്കെയാണേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ അങ്ങോട്ട് ഇളച്ചിട്ട്, ഈ മഴയായതുകൊണ്ടാണ് നമ്മുടെ മണ്ണ് ഇതുപോലെ ഇളകുന്നത്, അല്ലെങ്കിൽ നല്ല കല്ല് പോലെ ആകുന്ന മണ്ണാണ് ഈ പറമ്പിലത്തേത്. അപ്പം ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഈ മണ്ണിനെ കൂട്ടി വെക്കുവാണേ.
അപ്പം ഇച്ചിരി മണ്ണിൻ്റെ ലെവലിൻ്റെ മഴ ചാറി തുടങ്ങി. ഇതുപോലെ ഒന്ന് മുഴുവനാക്കിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുവാണേ. അപ്പോൾ ആ പണിയെങ്കിലും തീരട്ടെ. ഇച്ചിരി മണ്ണ് കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വന്ന് വെള്ളം അടിഞ്ഞോളും, ചെടിക്ക് കുഴപ്പം വരികയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതിലേ കൂടെ നമ്മളിതേ ഇത്രയും ചൂട് വഴുതന വെച്ചിട്ടുണ്ട്. ഈ മഴ കാരണം അവർക്ക് വളരാനും പാടാ, എല്ലാം പാടാം. പറമ്പിലെ കൃഷി ഞാൻ തുടങ്ങിയ സമയത്തെടുത്ത ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഈ കപ്പളം കുഴിച്ചു വെക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് വളർന്നു തുടങ്ങി. അതുപോലെ നമ്മുടെ മുരിങ്ങത്തണ്ട് കണ്ടോ, നമ്മളെ ടെറസെ ബക്കറ്റിൽ നിൽക്കുന്ന മുരിങ്ങയാണേ. ആ ചെടി മുരിങ്ങയുടെ ഒരു കമ്പ് കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് അത് കിളുക്കത്തില്ലായിരിക്കുമെന്ന്. ഏകദേശം എല്ലാ കമ്പും തന്നെ മുളച്ചിട്ടുണ്ട്. പക്ഷേ ചോളത്തിൻ്റെ അവസ്ഥ കണ്ടോ, ചോളം എല്ലാം പെടന്നുപോയി. അപ്പോൾ എന്നോട് എല്ലാ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഈ മഴയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചോളത്തിന് നന്നാകത്തില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ മഴയത്താണേലും ഇവിടെ കിളുത്ത് കിട്ടത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവന് നമുക്കൊരു ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുത്തേക്കാം. എങ്ങാനും രക്ഷപ്പെട്ട് കിട്ടിയാലേ കണ്ടോ, ഇങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ ഈ ബാക്കി സ്ഥലത്ത് വന്ന് വെള്ളം അടിഞ്ഞോളും. ഇതിനും അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇതും കണ്ടോ, ഇച്ചിരി ഒന്ന് പൊക്കി കൊടുത്താൽ മതി. പിന്നെ അവർ ചൂട് പിടിച്ച് കിട്ടിയാൽ പിന്നെ അവിടെ കയറിക്കോളും. ചോളത്തിന് അങ്ങനെ ഒരു നാശം വരുന്നൊരു സാധനമല്ല. ഇത് പുല്ല. ഏത് ആദ്യത്തെ നമ്മളൊരു കൃഷിക്ക് ഇറങ്ങി ഏതാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെയ്ത മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അടുത്ത പരിപാടിക്ക് ഇറങ്ങിയിരിക്കുവാണേ. ഇതെന്നാണെന്നറിയോ, ആഫ്രിക്കൻ മല്ലിയാണിത്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കുഴിച്ചു വെക്കണം. അപ്പം മണ്ണിനൊക്കെ ചെറിയ ഇളക്കം വന്നിട്ടുണ്ട്. ദിവസങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് മഴ നനയുവാണ്. അതുകൊണ്ടാണ് ആ മണ്ണ് ഇച്ചിരി ഇളകിയിരിക്കുന്നത്. സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ ഈ ചെളിമണ്ണിനകത്തായിരിക്കും. വേര് പിടിക്കാനോ ഉറയ്ക്കാനോ ഒക്കെ വേണ്ടി അവരങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഉറച്ച് കണ്ടമാനം കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നടുമ്പോൾ ഇതോടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേരോട്ടം തടസ്സപ്പെടും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിരിക്കുന്ന കപ്പളമാണേ. ശരിയാകുമോയെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക രീതി വെച്ചിരിക്കുവാണ് ഞാൻ. ഇച്ചിരി ഇട കണ്ടത് ഇതിനകത്ത് അവിടെ കൊണ്ടേ വെക്കാൻ പോകുന്നത്. അപ്പം നമ്മളോർക്ക് ഇടയില്ലാത്തടത്ത് എന്തിനാണ് കൊണ്ടുപോയി ഇതിനെ വെക്കുന്നതെന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, ഇതിൻ്റെ വേര് പോകുന്നിടത്തൂടെയും ഇത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ ഇത് നിറയെ പൂവിടും. എന്നിട്ട് പൂവായി കായായി വരുമ്പം കായ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം തൈകളുണ്ടാകും. അപ്പോൾ ഞാൻ ആ മൂലയിലോട്ട് വെക്കുവാണെങ്കിൽ അവിടൂന്ന് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുറത്തേക്ക് വന്നോളും. ഇന്ദ്രത്തെ നീ നിൽക്കുന്നിടത്ത് വെണ്ടവിത്ത് കിളുത്തിട്ടുണ്ടേ. ഈ മറയത്താണ് കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. ചൊറിയണ്ണൻ ചെടിയായത്. അപ്പം അവനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കുഴി, വലിച്ചെറിഞ്ഞാലും കിളുക്കുന്ന സൈസ് ഒരു ചെടിയാണ് ഈ ആഫ്രിക്കൻ മല്ലി. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇവനെ ഈ കവറിനകത്തുനിന്ന് ഊരി അതേപടി, ചെടി അറിയത്തില്ല ഇവനെ മാറ്റി നട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെളി പിടിച്ച മണ്ണ് തന്നെയാണ്. സാധാരണ നമ്മുടെ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന മണ്ണാണ്. ഇതുപോലിരുന്ന് തുടർച്ചയായി മഴ കൊണ്ടിട്ടാണ് അതിനൊരു ചെറിയ ഇളക്കമുള്ള, അല്ലെങ്കിൽ കരിങ്കല്ല് പോലെ ഇരിക്കും. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ ഇത്ര ഉള്ളൂ കണ്ടോ, ഇത്രയാക്കി വെക്കുവാണേ. ഈ പാത്രത്തിനകത്ത് നിൽക്കുന്നുണ്ടോ മാവ, നല്ല വെറൈറ്റി മാവുകളാണേ. ഞാൻ അവന്മാരെ പ്രൂൺ ചെയ്തിരിക്കുക കണ്ടോ. പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ ശാഖകൾ ഇതേന്നൊരു 3-4 ശാഖ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാം വരുന്നുണ്ട്. ആ ശാഖകൾ വന്ന് കഴിയുമ്പോൾ ഞാനതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാവേ. അപ്പം ഇവിടെ ഓട്ട് നടുക. ഇത് മതി, ഇവൻ ഈ മറയത്ത് നിന്നോളും, നല്ലോണം കിളുത്ത് വന്നോളും. നമുക്ക് അടുത്ത കൃഷിയുടെ വീഡിയോ ചെയ്യുമ്പം ഞാൻ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാവേ. ഇങ്ങനെ നമുക്കിവിടെ 1, 2, 3, 4 മാവുകൾ ഞാനിങ്ങനെ വീപ്പ മുറിച്ചിട്ട് അതിനകത്ത് നട്ടിട്ടുണ്ട്. ഇതേതാണെന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം. ഇവിടെ കണ്ടോ, ഇതെന്നാത്തിൻ്റെയാണെന്നറിയോ ശിവ? ഇത് പാവലിൻ്റെ വിത്ത് ഞാൻ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടതാണേ. നമ്മളിപ്പോൾ ഇവിടെ കൃഷി തുടങ്ങിയ അവസരത്തിലുണ്ടല്ലോ, നമ്മുടെ ടെറസയിൽ കുറേ അധികം പാവയ്ക്ക പഴുത്തു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഞാൻ വിളവെടുക്കാൻ ഒരു ദിവസത്തെ വിളവെടുക്കൽ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിന് തന്നെ അത് പെട്ടെന്ന് മൂത്ത് പോവും. അപ്പോൾ അങ്ങനെ പഴുത്ത പാവയ്ക്കയുടെ എല്ലാം വിത്തുകൾ ഞാൻ ഇവിടെ കൃഷിപ്പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ കണ്ട വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പല സ്ഥലങ്ങളിലും കിളുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ, ഈ ചെടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടർന്ന് ഇലകൾ വരുന്നൊരു ചെടിയാണ്. അപ്പോൾ അതേലൊക്കെ ഉണ്ടായാൽ നമ്മുടെ കൈകൊണ്ട് തന്നെ പറിക്കാനുള്ള ഉയരത്തിൽ നമുക്ക് കിട്ടും.
പിന്നെ മാത്രമല്ല ദേ ഇപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ചെറിയ പണികളൊക്കെ നടത്തിയപ്പോൾ ഈ ശിഖരങ്ങളൊക്കെ വളമിടാനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ശിഖരങ്ങളൊക്കെ വെട്ടിക്കോന്നു. ആ വെട്ടിക്കോതിയതൊക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ പടർന്നു കിടന്നാലും മതി പാവൽ, വെള്ളരി പോലെയുള്ളവയൊക്കെ കായ്ച്ചു കിട്ടാൻ. അപ്പം ഞാൻ ദേ ഇവിടെയൊക്കെ കണ്ടോ, ഈ തടവെടുത്തപ്പോൾ അവർ മണ്ണ് വെട്ടിക്കോരി മാറ്റിയതാണേ. അപ്പോൾ അങ്ങോട്ട് മാറി പാവൽ കിളുത്തു. അപ്പം നമ്മളിതേ ഇതിനെ ഈ വള്ളി ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, അവരിതിലൂടെ കയറിക്കോളും. അപ്പോൾ അങ്ങ് മരത്തിൻ്റെ മണ്ട വരെയൊന്നും പോയില്ലെങ്കിലും അപ്പോൾ അവർ ഈ കമ്പിൻ്റെ മേലിക്കൂടെയൊക്കെ തന്നെ പടർന്നു കിടന്നാലും നമുക്ക് കായ്കൾ കിട്ടും. ഇത് കാരക്ക ചെടിയുടെ ഇതാണ്. ഇതേ മേളിലോട്ട് നോക്കിയോ കണ്ടോ, ഈ ഇതിൻ്റെ പേരെന്നാ? ആ, ഇത് മുള്ളാത്ത. കേട്ടോ, നീ ഓർത്തിരുന്നല്ലോ. ഇത് മുള്ളാത്തത് രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഈ മുള്ളാത്തയുടെ ഒരു കായ നിങ്ങളിപ്പോൾ ആ മുള്ളാത്ത ശ്രദ്ധിച്ചറിയേ, നീറ് പൊതിഞ്ഞിരിക്കുക കണ്ടോ. ഏത് പ്രാവശ്യം ഇവിടെ അതേലല്ല, അതേ അതിൻ്റെ ആ മേളിൽ കണ്ടോ, ഏത് പ്രാവശ്യം ഇവിടെ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ മുള്ളാത്തേൽ നീറ് പൊതിഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ബിവേറിയ വല്ലതും ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനി അടിച്ചാൽ ഉടനെ മാറുകയും ചെയ്യും. പക്ഷെ അങ്ങനെ മാറിയാലേ നമുക്ക് നല്ല ഷേപ്പുള്ള മുള്ളാത്തയ്ക്ക കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഏണേ കോണേന്നൊക്കെ ഇരിക്കും. ഈ പാത്രത്തിനകത്തുണ്ടല്ലോ ഇന്ന് നമുക്ക് നടാനുള്ള സാധനങ്ങളാണ്. ഇത് മുളച്ച 1-2 ഇഞ്ചിയുണ്ട്. നമ്മളെ കഴിഞ്ഞ പറമ്പിലെ കൃഷിയുടെ വീഡിയോയ്ക്ക് വന്നപ്പോഴും ഇഞ്ചി കുഴിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കിളുത്തോന്നും നോക്കണം. ഇന്നൊരു 2 എണ്ണം കൂടെ കുഴിച്ചും വെക്കണം. അപ്പോൾ ഇതെന്നാണെന്നറിയോ, ഇത് നമ്മൾ ഈ കറിക്കൊക്കെ അരിയുമ്പോൾ ഉണ്ടല്ലോ, മത്തങ്ങ അരിഞ്ഞാണേ. ഈ മത്തങ്ങ അരിഞ്ഞതിൻ്റെ ഈ മാന്നിയെന്ന് നമ്മൾ പറയും അകത്ത്. അങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയുന്നത്? അപ്പം ഞാൻ ഈ മാന്നി എടുത്തുകൊണ്ട് വന്നത്, ഇതൊക്കെ പൊട്ട കേട്ടോ. മാന്നി എടുത്തുകൊണ്ട് വന്നതാ. ഒരെണ്ണെങ്കിലും കിളുക്കുന്നെങ്കിൽ കിളുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മത്തയുടെ കുരു എല്ലാം കൂടെ ഉണ്ടല്ലോ, ഒരു കുഴി കുഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മണ്ണ് ഇളക്കിയിട്ട് അവിടോട്ട് അങ്ങിടും. 2-3 നിന്നാൽ മതി, അല്ലെ 2-3 നമുക്ക് കിളുത്ത് ശരിക്കും കിട്ടിയാൽ മതി. ബാക്കിയെ നമുക്ക് പറിച്ചു മാറ്റാം. അങ്ങനെ ഒരിടത്ത് അല്ലെങ്കിൽ 2 ഇടത്തായിട്ട് ഈ വിത്തുകളെ ഞാൻ കുഴിച്ചിടുക ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് വെള്ളരിക്കയുടെ മാന്നിയ. അപ്പോൾ അതിനകത്ത് നിറയെ വെള്ളരിക്കയുടെ വിത്തുകളുണ്ട്. നമുക്കിത് ഇവിടോട്ടൊരു കുഴി കുഴിച്ചിട്ട് കുറച്ചധികം എടുത്തിട്ട് ഇവിടെ ഞാൻ കുഴി കുഴിക്കുവാണേ. കുഴിയല്ല ശരിക്കും പറഞ്ഞാൽ, ഇത് മണ്ണ് ഇളക്കുക കണ്ടോ. ഇങ്ങനൊരു മണ്ണ് ഇളക്കിയിട്ട് ഇവിടോട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമുക്കിത് ഈ മത്തയുടെ കുരുവാണേ. ഇത് അത്ര വിളഞ്ഞതൊന്നും അല്ല. ഒരെണ്ണെങ്കിലും നമുക്കൊന്ന് കിളുത്ത് കിട്ടിയത്. ഇത് ചിലപ്പം വിളഞ്ഞായിരിക്കും. അതങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേളിക്കൂടെ കുറച്ച് മണ്ണങ്ങോട്ട് ഇടുവേ. അപ്പം കിളുക്കാനുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ കിളുക്കുന്നതാണെങ്കിൽ അതങ്ങ് കിളുത്തോളും. ഇനി കിളുത്തില്ലെങ്കിൽ നമുക്ക് വേറെ അതിന് മാർഗ്ഗം. ഇപ്പം ഈ പറമ്പിലുണ്ടല്ലോ മത്തയില്ല. ഈ പറമ്പിലെ മത്ത നട്ടാലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ മത്തയ്ക്ക് ഇങ്ങനെ പടരാനുള്ളൊരു സൗകര്യം പറമ്പിൽ കിട്ടും. ഇപ്പം നമ്മൾ ടെറസിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ മത്ത മേളിലോട്ട് കയറ്റും. അങ്ങനെയും നമ്മൾ മത്ത ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ മത്തങ്ങയ്ക്ക് അത്ര വലിപ്പം കിട്ടത്തില്ല. അല്ലെ അതിൻ്റെ വേര് പോകുന്നിടത്തൊക്കെ നമ്മൾ ചാണകവും മണ്ണും പൊതിയാനായിട്ടൊക്കെ നടക്കണം. ഇവിടേക്ക് ആ മത്ത നടുന്നെങ്കിൽ ഈ മത്ത ഇങ്ങനെ പറമ്പിൽ കൂടെ പടരുമ്പം അതിൻ്റെ ഓരോ മുട്ടിലും വേരുകളുണ്ട്. ആ വേരുകൾ മണ്ണിൽ പിടിച്ചിറങ്ങി അവിടുന്ന് വളം വലിച്ചോളും. അപ്പം അവർക്ക് നല്ല നല്ല വലിപ്പമുള്ള കായകളെ തരാൻ പറ്റും. ഏതാ? ഇതാണോ? ഈ വെളുത്താണോ? അത് വെള്ളരി. നമുക്ക് അതും കൂടി ഇതുപോലൊരു കുഴി കുഴിച്ച് അവിടെ ഇവിടെ ഇടാം. ഇവിടെ ഒരു കുഴി കുഴിക്കാവേ. അപ്പോൾ ഇവിടെ ഞാൻ ഈ കുഴി കുഴിക്കാനുള്ള കാരണം എന്നാണെന്നറിയോ? അല്ല, ഇച്ചിരിയുടെ അകത്തോട്ടിടുന്നു. ഇവന്മാർ എൻ്റെ കൂടെ എന്നെ ചെറുക്കന്മാർ പറയും, അമ്മ ചവിട്ടാത്തടത്ത് ചവിട്ടാത്ത ആകപ്പാടെ 5 സെൻറ്റ് സ്ഥലം ഉള്ളത്. അതിനകത്ത് ചവിട്ടാത്ത ഏരിയ തിരിക്കുമ്പം അധികം സ്ഥലമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ദേ ഈ വെള്ളരിക്ക ഇതിങ്ങനെ ഞാൻ ഇട്ടിട്ട് ഒരെണ്ണയിലും കിളുക്കട്ടെ. അപ്പോൾ അവർക്ക് പടരാനുള്ളൊരു സൗകര്യം ഇവിടെ കിട്ടും. ബാക്കി എവിടെയാണ് നടുന്നത്? ഇപ്പം ദേ ഇതിനകത്ത് കണ്ടോ, കുറച്ച് ഇഞ്ചി നമുക്ക് വേറെ സ്ഥലത്ത് നടാം. കുറച്ച് മത്തയുടെയും കുറച്ച് വെള്ളരിയുടെയും വിത്തുണ്ട്. അപ്പോൾ അവരെക്കൂടെ നമുക്ക് എവിടെയെങ്കിലും 2 കുഴി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് നട്ടേക്കാവേ. ഞാൻ ഈ സ്ഥലത്ത് നടാൻ പോവാണേ. കാരണം ഇവിടെ വെള്ളം തങ്ങി നിൽക്കത്തില്ല. വെള്ളം തങ്ങി നിൽക്കത്തില്ലെന്ന് മാത്രമല്ല, വേറൊരു ഗുണമുണ്ട്. ഈ സ്ഥലത്ത് ഇപ്പം നമ്മൾ ഒരു മറ്റ് സാധനങ്ങൾ നല്ല വഴുതനയോ വെണ്ടയോ ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം സൂര്യപ്രകാശം നന്നായിട്ട് അടിക്കത്തില്ല. ഇപ്പം നമ്മളിവിടെ മത്തയും വെള്ളരിയൊക്കെയാണ് നടുന്നതെങ്കിൽ അവർ സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട് വള്ളി വീശി പൊക്കോളും. അപ്പം നമുക്കത് ഇതുണ്ടോ, ഈ മത്തയുടെ വിത്ത് ഇവിടെ മത്ത ഇടുന്നത്.
മുഴ മത്ത ഇവിടെ ഇടുവാണേ. ഒരു 2 ചോട് മത്തയെ കൂടുതൽ വളർത്താനുള്ള സൗകര്യം എൻ്റെ പറമ്പിലില്ല. അപ്പം ഞാൻ ഇത് ഇവിടെ കൂടെ ഇടുവാണ്. അതിലൊരു വളർന്ന് കിളുത്ത് കിട്ടിയ നമുക്കൊരു 2 എണ്ണം നിർത്താം, 2 ചോട്, ബാക്കി ചെയ്യത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഈ മാന്നിയോടെ ഇടുന്നത്. ചിലപ്പം ഇവിടെ ഈ കീരിയുടെയൊക്കെ ശല്യമുണ്ട്. അവർ വന്ന് മത്തക്കുരുവിന് വേണ്ടിയിട്ട് മാന്തി കളയുമോയെന്നും അറിയാൻ മേല. എന്തായാലും ഞാൻ ഇത് ഇതുപോലെ ഒന്ന് പതുക്കെ മൂടിയിടുവാണേ. കണ്ടമാനം മൂടിക്കഴിഞ്ഞാൽ ഒരു വിത്തും കിളുത്ത് വരത്തില്ല. അപ്പോൾ വെറുതെ മണ്ണൊന്നിട്ടിട്ട് മൂടിക്കൊടുക്കുക. കഴിഞ്ഞ ദിവസം നട്ടു വെച്ചിരുന്ന ഇഞ്ചി ദേ കിളുത്ത് കയറിയിട്ടുണ്ടേ. അപ്പം ഞാൻ ദേ ഈ തടത്തിലോട്ട് തന്നെ ഇന്നത്തെ ഇഞ്ചി വിത്തും കൂടെ നടാൻ പോവുകയാണേ. അതെ, ഇവിടെ തൊട്ട് അതുപോലെ മുളയെ നമുക്ക് മുകളിലോട്ടാക്കി നടാം. കണ്ടോ? അതുപോലെ ഇവിടെ തൊട്ട് ഇതിനെ നടാം. ഇതൊക്കെ 2-3 മുള വരുന്നുണ്ട്. ഉണ്ടോ? നമുക്കിത് ഇവിടെ ഒരു പീസുണ്ട്, അതും കൂടെ വേണം. എന്നിട്ട് നല്ലോണം വളർന്നു കഴിയുമ്പോൾ നമുക്കതിന് ഇച്ചിരി വളം ചെയ്യാവേ. ഇതിന് നല്ല മുളയുണ്ട്. ഇത്രയും മതി. നമ്മളിതേ പറമ്പിലെ കൃഷി തുടങ്ങിയപ്പം ഇതുപോലെ ഒരു തടം എടുത്ത് പൊക്കിയിട്ട് വെണ്ടക്കുരു പാകിയിരുന്നതാണേ. ഇത് കണ്ടോ? നല്ല വൃത്തിക്ക് കിളുത്തൊക്കെ വന്നതാണേ. പക്ഷേ എല്ലാം മറിഞ്ഞു പോയി. കാരണം തോരാത്ത മഴയല്ലേ, വെള്ളം കിട്ടും. പിന്നെ ഈ വാഴ കണ്ടോ ഇവിടെ നിൽക്കുന്നത്, ഇതേന്നെല്ലാം വെള്ളം തുള്ളി തെറിച്ച് ഇതേലോട്ട് വീഴും. അപ്പോൾ ഇതെല്ലാം മറിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, ഇതിനൊരു കമ്പ് കുത്തിയിട്ട് ചേർത്ത് കെട്ടണം. നമ്മളിതേ ഈ വെണ്ടയെല്ലാം കമ്പ് കുത്തി മുകളിലേക്ക് ഉയർത്തി നിർത്തിയിട്ടുണ്ടേ. പക്ഷേ ഭയങ്കര മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കണം. നമ്മുടെ ടെറസിലെ കുറ്റിക്കുരുമുളകില്ലേ, അതിൻ്റെ വള്ളി വീശി വരുന്നതുണ്ട്. അതായത് ഇങ്ങനെ കായ്കൾ കുറഞ്ഞിട്ട് പറ്റുവേരുകൾ കൂടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ പറ്റുവേരുകൾ കൂടിയ ചെറിയ കമ്പുകളെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ അതും കൂടെ നമുക്കൊരു 2 ചുവട് കുഴിച്ചു വെക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുക്കാനായിട്ട് പറമ്പിലെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നതാണേ. അപ്പോൾ ഒരു നിർവാഹവും ഇല്ല, ഇതിനെയൊന്ന് കുഴിച്ചു വെക്കാനുള്ള അത്ര ഗ്യാപ്പില്ലെങ്കിലും മഴ മാറി നിൽക്കണ്ടേ. അപ്പോൾ നമ്മളിതിനെ വെറുതെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് പോയതാണ്. ചെറിയ തിരിയൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ നമ്മളിത് പുതിയതായിട്ട് കുഴിച്ചു വെക്കുമ്പം തിരിയുടെ പ്രയോജനമൊന്നും കിട്ടത്തില്ല. പക്ഷേ നമുക്കിതൊന്ന് കുഴിച്ചു വെച്ചേക്കാം. ഇത് നമ്മൾ കണ്ടോ, ഈ രീതിയിലുള്ള വള്ളി ടെറസിൽ നിന്ന് മുറിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചുവട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ നിപ്പ് കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതും കൂടെ വെക്കാം. ഇത് നമ്മുടെ മട്ടോവയുടെ മരമാണേ. അപ്പം എങ്ങാനും കിളുത്ത് കണ്ടേ മട്ടോവയുടെ പഴുത്തതൊക്കെ മുകളിലുണ്ട്. അപ്പം നമുക്കിതേ ഇതിവിടെ കുഴിച്ചു വെക്കാം. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പിടിച്ച് കയറാൻ സൗകര്യമുള്ളിടത്ത് വേണം കുരുമുളകിനെ വെച്ച് കൊടുക്കാൻ. വള്ളിയായിട്ടുള്ളതാണ്. കുറ്റിയായിട്ടുള്ളതാണെങ്കിൽ അവർ ചട്ടിക്കകത്തൊക്കെ നിന്നാലും അങ്ങ് ഉണ്ടായിക്കോളും. അപ്പം ഞാൻ ഇതേപോലെ ചെരിച്ചിട്ടാണ് വെക്കുന്നത്. ഈ ഇലയും തണ്ടും കൂടെ ചേരുന്നിടത്ത് പറ്റുവേരുകൾ വരുന്നിടത്തെല്ലാം മണ്ണിൻ്റെ സൗകര്യം കിട്ടിയാൽ അവിടേക്ക് അങ്ങ് പിടിച്ച് കയറിക്കോളും. അപ്പോൾ ഇവരൊന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടേ ചെയ്യാൻ. ഇവിടെ ഒരു കത്രിക്കയുണ്ടേ, കണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ്. സൂപ്പർ. ഇത് നമ്മുടെ അരിനെല്ലിയുടെ ചെടിയാണേ. അപ്പം ഞാൻ നേരത്തെ ഇത് കുഞ്ഞു ചെടിയായിരുന്നപ്പോൾ തന്നെ ഒരിക്കൽ അരിനെല്ലിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. നിങ്ങളെല്ലാം നല്ലോണം കാണുകയും എന്നെ സഹായിക്കുകയും എന്നോട് സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ചൂട് ഭാഗത്ത് ഇതിന് കുറവാണ് കേട്ടോ. ഇതൊരെണ്ണം ഞാൻ പറിച്ചെടുത്തേ. നല്ല ഇത് നമ്മൾ തിന്നുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നെല്ലിക്കയുടെ ഒക്കെ തന്നെ കളറൊക്കെ ഉണ്ട്. നെല്ലിക്കയുടെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ ചില നെല്ലിക്ക നമ്മൾ തിന്നുവാണെങ്കിൽ കയ്ക്കും. ഇതിനങ്ങനെ കയ്പ്പില്ല, പുളിയുണ്ട്. നല്ല സാധനമാണ്. മേളിലോട്ട് കൊലയായിട്ടുണ്ടായി കിടപ്പുണ്ടേ. ഇപ്പോൾ താഴെ നിന്ന് എനിക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ കമ്പ് കണ്ടോ, മുട്ടിന് കണ്ടോ പൂക്കളുണ്ടായിരിക്കുവാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് പിടിക്കത്തില്ല. നിറയെ ഉണ്ടായിട്ടുണ്ട്. ഈ തണ്ടയിലൊക്കെ ചവിട്ടിയിൽ നിന്ന് മുഴുവനും ഉണ്ടായിരുന്നതാണ്. എല്ലാം മഴ പെയ്തപ്പോൾ അത് ആ തണ്ടോടെ താഴ്ന്നു പോയി. ചിലപ്പോഴൊക്കെ വന്നാൽ എനിക്ക് ഈ ചവിട്ടിയിൽ നിന്ന് പെറുക്കാൻ കിട്ടുന്നതായിരുന്നു. ഇത് നമ്മുടെ ചതുരപ്പുളിയാണേ. അപ്പം ഞാൻ കണ്ടോ, ഇത് നല്ല കറക്റ്റ് സാധനമാണേ. ഇത് നല്ല മധുരമുള്ള പുളിയാട്ടോ. ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ വാങ്ങിച്ച് പറമ്പിൽ നട്ടുപിടിപ്പിച്ചതാണ്. നല്ല സൂപ്പർ സാധനമാണ്. ഇത് ശരിക്കും ഇങ്ങനെ പഴുക്കുന്നതിന് മുമ്പാണെങ്കിലുണ്ടല്ലോ, മീനിനൊക്കെ നമ്മൾ ഇരുമ്പമ്പുളി അല്ലെങ്കിൽ ചിലിമ്പിപ്പുളി എന്ന് പറയുന്ന സാധനം ഇട്ട് കറി വെക്കുകയല്ലേ, അതേപോലെ ചേർക്കാനും കൊള്ളാം പച്ചയായിരിക്കുമ്പോൾ. എന്നാൽ ഈ പാകത്തിന് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കൊള്ളാം.
അപ്പോൾ ഞാൻ ഇത് 2-3 പറിക്കട്ടെ. ഇത് ഇങ്ങനെ കിടന്ന് പോകാതെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ വൈനൊക്കെ ഉണ്ടാക്കാം. വൈനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. ഇത് ഈ കമ്പേ കിടക്കുന്നുണ്ടോ, എന്തോരം ആണെന്നറിയോ, കണ്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം ഇതാണ്, ഇതുപോലെ മഴക്കാലത്താണ് ഇത് ഒരു കുല കണ്ടോ എന്നാ വലുതാണെന്നുണ്ടോ, എന്തോരം എണ്ണ അതേൽ. ഭയങ്കര നല്ലതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൊച്ചു പിള്ളേരൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഇത് പറിച്ച് ഇങ്ങനെ പിള്ളേർക്ക് തിന്നാനായിട്ട് നല്ല ഇഷ്ടം വരും. നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ പ്രായമായവർക്ക് ഇങ്ങനെയാണൊരു ആറ്റിറ്റ്യൂഡ്. കുറച്ച് ചതുരപ്പുളി പറിച്ചിട്ടുണ്ടേ. പിന്നെ ഇവിടെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് പറിക്കാൻ വന്നപ്പോഴത്തേക്കിന് അതെല്ലാം തന്നെ ഈ മഴ അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും താഴേക്ക്, ചോട്ടി മുഴുവനും വീണ് കിടക്കുക. അപ്പം ദേ ഈ ഒരു പേരയ്ക്ക നല്ല പാകമായിട്ട് കിടക്കുവാണേ. ഇത് കണ്ടോ. അപ്പോൾ ഇത് പറിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കൃഷി തുടങ്ങി വളർത്തിക്കൊണ്ട് വരുന്ന ഒരവസരമാണ്. അപ്പം വിളവൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റാറായിട്ടില്ല. അപ്പം ഞാൻ ഈ ഉള്ളതൊരു 5-6 ഇത് കണ്ടപ്പം നമുക്കൊന്ന് തിന്നാൻ തോന്നിയിട്ട് ഞാനിതൊന്ന് പറിച്ചെടുത്തതാണേ. അപ്പം നമുക്ക് ഇതേപോലെ മറ്റു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.